ഇത് നമ്മൾ ബീച്ചിൽ പോയപ്പോൾ കടപ്പുറത്തുനിന്ന് മേടിച്ച കൊഞ്ചാണ് കേട്ടോ. 150 രൂപയാണ് വില. ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയില്ല. പിന്നെ സാമാന്യം വലിപ്പമുള്ള കൊഞ്ചായിരുന്നു. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും രജീസ ദേബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കേരളത്തിലാണ്. കേരളത്തിലെ എൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. വന്ന വിശേഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത അനിയൻ്റെ ഭാര്യ പ്രസവിച്ച് ഭാര്യയുടെ വീട്ടിലാണ്. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ക്യൂട്ട് മോളാണ്. അപ്പോൾ കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരികെ ഞാൻ തമിഴ്നാട്ടിലോട്ട് ഇപ്പോൾ പോകണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സൈഷേട്ടൻ ഇപ്പോൾ നാട്ടിലില്ല. സൈഷേട്ടൻ ഇപ്പോൾ കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇനി അടുത്ത മാസമേ വരുള്ളൂ. അപ്പോൾ അതുവരെ എന്നോട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഒരു സന്തോഷമില്ല. കാരണം അമ്മ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അമ്മയെ നോക്കുകയും ചെയ്യാം. എനിക്ക് അനിയൻ്റെ ഭാര്യയുടെ കുഞ്ഞിനെ എപ്പോഴും ഇടയ്ക്ക് പോയി കാണാമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയുടെ പകരം ഞങ്ങളൊക്കെയല്ലേ പോയി കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു മാസം ഞാൻ വീട്ടിൽ കാണും, കേരളത്തിൽ. അപ്പം ഞാൻ കേരളത്തിൽ വന്നെന്നറിഞ്ഞ് എൻ്റെ മൂത്ത ചേച്ചി വീട്ടിൽ വന്ന്, ചേട്ടന് ചേച്ചിയുടെ മോളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയി, ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ കാണാൻ പോയത്. പിന്നെ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു മാസം ഞാൻ വീട്ടിൽ കേരളത്തിൽ തന്നെ കാണും. അപ്പോൾ ഇനി എൻ്റെ തുടർന്നുള്ള വീഡിയോ എല്ലാം കേരളത്തിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇനി വാട്ടർ ഈറ്റിയുടെ ചെയ്താലും എഡേ ഇൻ ദ ലൈഫ് ചെയ്താലും എല്ലാം കേരളത്തിലെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ തമിഴ്നാട് കുറച്ചാൾ മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ആളുകളായിട്ട് തമിഴ്നാട്ടിലെ വീഡിയോ പിടിക്കാം. ചേട്ടൻ വന്നതിന് ശേഷമേ ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് ചേട്ടനും ചേച്ചി ഞങ്ങളെല്ലാവരുമായിട്ട് പുറത്ത് പോയ, ബീച്ചിലൊക്കെ പോയ ഒരു ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചിയുടെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ചേട്ടൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയുടെ ഫാമിലിയും, പിന്നെ അബിക്കുട്ടനുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ സ്വന്തം അനിയനുണ്ട്, ഒരു ചിറ്റപ്പനാണത്. അപ്പോൾ ഇത്രയും വരെയായിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ നല്ല സായനം, ഒരു സന്ധ്യ സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ കടലിലേക്കൊന്നും ഇറങ്ങില്ല, വീഡിയോ പിടുത്തമായിരുന്നു. അപ്പോൾ അബിക്കുട്ടൻ, ഇത് അംഷിത ചേച്ചിയുടെ മോളാണ്. രണ്ടുപേരും നല്ല മണലിൽ കളിയായിരുന്നു കേട്ടോ. ഇത് കൊല്ലം മയ്യനാട് താന്നി ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ സായാഹ്നം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനെ ഞാൻ കൂടുതലും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം വന്നത്. ബീച്ചിൽ നിന്ന് തിരികെ വരും വഴിക്ക് കടപ്പുറത്തുനിന്ന് മേടിച്ചതാണിത്. 150 രൂപയാണ് വില. കൊഞ്ച് ഒക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഉണക്കമീനും മേടിച്ചു കേട്ടോ. ഉണക്കമീനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ കൊഞ്ച് ഇത് ലാഭമാണോ നഷ്ടമാണെന്ന് അറിയില്ല. 150 രൂപ കൊടുത്തു. പിന്നെ ഞങ്ങളിത് റോസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് പാചകം ചെയ്യാൻ പോകുന്നത്. പിന്നെ അച്ഛനും ചിറ്റപ്പനും മാമന്മാരും എല്ലാവരുടെ ഒത്തുകൂടി നല്ല പാർട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല കൊഞ്ച് റോസ്റ്റൊക്കെ വെച്ചു. രാത്രി ചോറൊക്കെ കഴിച്ചു. പിന്നെ വേറെ നെത്തോലിക്കറി ഉണ്ടായിരുന്നു. പിന്നെ മലക്കറി കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ രാത്രി കൊഞ്ച് റോസ്റ്റും വെച്ച് കഴിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക്